പ്രിയമുള്ള പ്രേക്ഷകരെ, ദിഗ്രഹയോഗത്തിൽ സൂര്യനും ചൊവ്വയും തമ്മിലുള്ള ഒരു യോഗത്തെപ്പറ്റി നാം ചർച്ച ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. അതൊരു പാപയോഗം, അഘരഥം, പാപരതി ഉണ്ടാക്കുന്ന യോഗമാകുന്നു. എന്നാൽ സൂര്യനും ബുധനും കൂടെ ഒന്നിച്ച് യോഗം ചെയ്യുമ്പോൾ ആ യോഗത്തിന് നിപുണയോഗം എന്ന് പറയുന്നു. വളരെ വിശേഷപ്പെട്ടൊരു യോഗമാകുന്നു നിപുണയോഗം. നിപുണ എന്ന വാക്കിന് തന്നെ സംസ്കൃതത്തിലർത്ഥം നൈപുണ്യം, സാമർഥ്യം എന്നാണ്. അതിനാൽ സാമർഥ്യമുണ്ടാക്കുന്നൊരു യോഗമാകുന്നു നിപുണ യോഗം. ആ യോഗത്തിന് ഇപ്രകാരം ഫലം പറഞ്ഞിരിക്കുന്നു: ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാന്വിതം. സൂര്യനും ബുധനും കൂടെ ഒന്നിച്ച് യോഗം ചെയ്യുമ്പോൾ ധീകീർത്തി സൗഖ്യാന്വിതം, അത് ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു, കീർത്തിയെ പ്രദാനം ചെയ്യുന്നു, ഒരു വ്യക്തിക്ക് എല്ലാവിധ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു. അതാണ് നിപുണയോഗം. നിപുണയോഗം ജാതകത്തിലുള്ള വ്യക്തി വളരെയധികം തൻ്റെ കാര്യത്തിന് പ്രാപ്തി പ്രകടിപ്പിക്കുന്നു, അതിലൂടെ വിജയപഥത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. പക്ഷെ അവിടെയും സൂര്യനും ബുധനും വളരെ ബലവാനായിരിക്കണം. ഉദാഹരണമായി തുലാം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ബുധനോടുകൂടി യോഗം ചെയ്യുകയാണെങ്കിൽ ആ നിപുണയോഗത്തിന് വളരെയധികം പ്രാധാന്യം വരില്ല, ഫലം വരില്ല. അപ്രകാരം തന്നെ മീനൻ രാശിയിൽ നീചസ്ഥനായി നിൽക്കുന്ന ബുധനി സൂര്യൻ്റെ യോഗം ഉണ്ടാകുമ്പോഴും ആ യോഗത്തിന് വളരെയധികം പ്രാധാന്യം കൈവരില്ല. ഇവിടെ സൂര്യനും ബുധനും ബലവാനായിരിക്കണം. സൂര്യൻ ഉച്ചരാശിയിലോ അല്ലെങ്കിൽ മൂലക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ അപ്രകാരം തന്നെ സുഹൃക്ഷേത്രത്തിലോ ബലവാനാണെങ്കിൽ ആ നിപുണയോഗത്തിന് വളരെയധികം പ്രസക്തി ഉണ്ടാകും, പ്രാധാന്യമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും. ഇവിടെയും മറ്റൊരു വിഷയം നാം ശ്രദ്ധിക്കേണ്ടത്, നിപുണയോഗം ചെയ്യുമ്പോൾ ബുധന് മൗഢ്യമുണ്ടെങ്കിൽ അതിന് ബലം വളരെ കുറയും. അവിടെ ബുധൻ ബലവാനായിരിക്കണം. മൗഢ്യമില്ലാത്ത ബലവാനായ സൂര്യനും ബുധനുമാണെങ്കിൽ ആ നിപുണയോഗത്തിന് വളരെയധികം പ്രാധാന്യം വരും, അയാൾ സാമർഥ്യം പ്രകടിപ്പിക്കും. പക്ഷേ ജ്യോതിഷത്തിൽ വളരെ നല്ല ഒരു യോഗം തന്നെയാണ് നിപുണയോഗം. നിങ്ങൾക്കും നിങ്ങളുടെ ജാതകത്തിൽ നിപുണയോഗമുണ്ടോ, അതിനെത്രത്തോളം ബലാധിക്യമുണ്ട് അല്ലെങ്കിൽ ബലരാഹിത്യമുണ്ട് എന്നൊക്കെ ജ്യോതിഷ പ്രേമികളായ അല്ലെങ്കിൽ ജ്യോതിഷ വിദ്യാർത്ഥികളായ നിങ്ങൾക്കും ജാതകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നന്ദി, നമസ്തേ.